നമ്മുടെ കടയിൽ നിന്ന് കക്കാർച്ചി എടുത്ത് അതിനെ അങ്ങോട്ട് ഫ്രൈ ആക്കിയേ. വൃത്തിയായിട്ട് കഴുകി വാരി അതങ്ങോട്ട് ഞാൻ പുഴുങ്ങാൻ വെച്ചു. ഒട്ടും വെള്ളമില്ലാതെ അതങ്ങോട്ട് വറ്റിച്ച് ഞാൻ മൂലയിലോട്ട് മാറ്റി വെച്ചേ. പിന്നെ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതൊക്കെ അരിഞ്ഞ് ഒരു സൈഡിലോട്ടാക്കി വെച്ചേ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ഇരുമ്പ് ചീനച്ചട്ടി അത് ചൂടാകാൻ അടുപ്പിൽ വെച്ചു. എണ്ണ ഒഴിച്ചു, ഉലുവ പൊട്ടിച്ചു, കടുകിട്ടു. അത് കഴിഞ്ഞപ്പോൾ തേങ്ങാക്കൊത്തും ഇട്ടേ. തേങ്ങാക്കൊത്തിട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലോട്ട് ഇഞ്ചി നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ പച്ചമുളക് ഇട്ടു. പച്ചമുളക് ഒന്ന് മൂത്ത് വന്നപ്പോൾ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി പുറകെ കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിച്ച്. അത് കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങളുടെ മെയിൻ ശത്രു സവോള അതും ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തേ. അത് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേക്കിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കിയേ. അതിൻ്റെ പുറകെ മുളക് പൊടിയും കൂടി ഇട്ടേ. ഈ മുളക് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ നമ്മളതിട്ട് നന്നായിട്ട് മൂപ്പിക്കണേ. മുളക് പൊടിയുടെ പച്ചമണം അങ്ങ് മാറിയപ്പോൾ അതിന് പുറകെ ഞാൻ പൊടിച്ച് വെച്ച കുരുമുളക് പൊടിയും പൊടിച്ച് വെച്ച പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തേ. അത് ഇളക്കി മിക്സാക്കി കൂടെ മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മസാലപ്പൊടി നന്നായിട്ട് ഇളക്കി നല്ല ഗ്രേവി പരുവമാകണേ. ആ ഗ്രേവി അങ്ങോട്ട് ഒന്ന് ഒതുക്കി വെച്ച് അതിലോട്ട് നേരത്തെ നമ്മൾ വറ്റിച്ച് വെച്ച കക്കാർച്ചി എടുത്തിട്ട് ഇനി അത് കക്കാർച്ചി നന്നായിട്ട് ഇളക്കി ആ ഗ്രേവിയായിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആവണേ. കുറച്ചേറെ നേരം നോർമൽ ഫ്ലെയിമിലിട്ടൊന്ന് മുരിച്ചെടുക്കണേ. മുരിച്ചെടുത്താലേ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇവിടെ പൊതുവെ ആരും മുരിയാൻ കാത്തു നിൽക്കാറില്ലേ. എന്നാന്ന് വെച്ചാൽ കക്കാർച്ചിക്ക് ആവി വരുമ്പോൾ തൊട്ട് ഇവിടെ ഉള്ളവർ കോരാൻ തുടങ്ങുവേ. കോരി അവസാനം ഇത്രയേ ഉള്ളേ. അങ്ങനെ സാധനം റെഡിയായേ. നമുക്കെന്നാൽ പിന്നെ കഴിച്ചാലോ. ബാ.